ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഫേവറേറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരു ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്ന ഒരു പ്ലം കേക്കാണ്. എനിക്കിതിന് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് US വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നട്ട്സിൻ്റെ പോർഷൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് റേസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി, ജിഞ്ചർ, ഓറഞ്ച് പീൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം. ചെറി, ക്രാൻബെറീസ്, ബ്ലൂബെറീസ്, എന്തൊക്കെ ഉണ്ടോ, ഡേറ്റ്സ്, കിവി, എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നല്ല കട്ടിയുള്ളൊരു പാൻ വേണം. അതിലേക്ക് ഒരു 50 grams ഓഫ് ഷുഗർ ഇട്ടിട്ട് ജിഞ്ചർ ഒരു 50 grams കൂടെ ചോപ്പ് ചെയ്തത് നല്ലതുപോലെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് കാരമലൈസ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഓറഞ്ച് പീൽ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം കുക്കായിട്ട് വരുമ്പം നമ്മളുടെ ഒരു 150 ml ഓഫ് വൈൻ, ഗ്രേപ്പ് വൈൻ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ബോയിലായിട്ട് വരുമ്പം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 minutes ഒന്ന് ലൈറ്റ് സ്ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അത് കുക്ക് ചെയ്ത് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതാ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അത്യാവശ്യം വൈനൊക്കെ കുറച്ച് കുടിച്ചിട്ടുണ്ട്. ആ ഇതിലേക്ക് നമുക്ക് റം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ എനിക്ക് റമ്മിൻ്റെ കുത്തിൽ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മെയിൻലി ഒന്നെങ്കിൽ JD അല്ലെങ്കിൽ ജാക്ക് ഡാനിയൽസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനത്തെ ഏതെങ്കിലും സ്കോച്ച് വിസ്കീസാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം എടുത്ത് നമുക്കത് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് കാലം വെച്ചേക്കണം. അത് വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് നമ്മളുടെ കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ബട്ടർ ഒരു 100 grams നല്ല സോഫ്റ്റ് ബട്ടർ ആയിരിക്കണേ, തണുപ്പൊക്കെ പോയിട്ട് അത് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 1 cup ഓഫ് ഷുഗർ ഒന്ന് പൊടിച്ചതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് മുട്ട 3 വേണേ, ഓരോന്നായിട്ട് ഇട്ട് ഒന്നടിച്ച് അതിങ്ങനെ ക്രീമി ആയിട്ട് വരുമ്പോൾ നമ്മൾ അടുത്തത് ഇട്ട് അങ്ങനെ 3 ഇട്ടിട്ട് നല്ലതുപോലെ ആക്കിയെടുത്ത് അതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ജാതിപത്രി ഇതെല്ലാം കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് നമ്മളുടെ പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ മതി. അതും കൂടെ ഇട്ട് അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അതും ഇട്ട് കാരമൽ സിറപ്പ് വേണം. കാരമൽ സിറപ്പ് ഒരു 1/2 cup വേണം. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കണ്ടില്ലേ, ആ ക്രീമി കൺസിസ്റ്റൻസി, ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കാരമലിൻ്റെ കളർ പോരാ, ബ്രൗണിഷ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓൾമോസ്റ്റ് ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, പിന്നെ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടാണ് എടുത്തത്. ഇതിലേക്ക് വേണ്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 1.5 മുതൽ 1.25 കപ്പ് വരെ നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. 1 കിലോ കേക്കല്ലേ. ഇതിലേക്ക് 1.5 കപ്പ് മൈദ. ഈ 1.5 കപ്പ് മൈദയിലേക്ക് വേണ്ട 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ സീവ് ചെയ്തെടുത്തത്. ആ സീവ് ചെയ്ത പൗഡർ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മൊത്തത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ഓഫ് നട്ട്സ് നമുക്കെടുത്ത് അതും മിക്സ് ചെയ്ത് നമ്മളുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക്, ബട്ടർ എഗ് മിക്സിലേക്ക് ഇട്ടിട്ട് സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ താഴേക്ക് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ 2 വട്ടമായിട്ടിട്ട് നല്ല സ്ലോലി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മിക്സിങ്ങും ഇതെല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ സ്ലോലി ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ കണ്ടില്ലേ ഈ ഫ്രൂട്ട്സൊക്കെ മുകളിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് ഓയിലും മൈദയും കൂടി ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പേപ്പറിൻ്റെതായാലും എന്തിലാണെങ്കിലും അലൂമിനിയത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും കുഴപ്പമില്ല, അതിലിട്ടിട്ട് ഇത് ഓൾമോസ്റ്റ് 1 kg ഓൾമോസ്റ്റ് അല്ല, എക്സാക്ട്ലി 1 kg റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് 3 പാനിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ 3-ലിട്ട് ഇതിൻ്റെ മുകളിൽ കുറേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഭയങ്കര കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഇതെല്ലാം വാരി വിതറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് 160 ഡിഗ്രിയിൽ ഒരു 50 minutes to ഒരു 55 minutes ആണ് എൻ്റെ ഒരു ബേക്കിംഗ് ടൈം വരുന്നത്. ഇത് എക്സാക്ട് 1 kg ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 1.5 hours. അങ്ങനെ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, നല്ല സോഫ്റ്റാണ്. ഈ കേക്ക് ഓൾമോസ്റ്റ് 2-3 ദിവസം കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും.